കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ബി.ജെ.പി. മന്ത്രി വിജയ് ഷായ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സുപ്രീം കോടതി. അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സ്വാതി, വളരെ ശക്തമായ നടപടികളിലേക്ക് സുപ്രീം കോടതി ഈ വിഷയത്തിൽ കടന്നുവെന്നാണോ? തീർച്ചയായും ശരത്, അങ്ങനെ തന്നെയാണ്. സോഫിയ ഖുറേഷിക്കെതിരെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം, ഈ മന്ത്രി വിജയ് ഷാ നടത്തിയിട്ടുള്ള പരാമർശത്തിൽ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സുപ്രീം കോടതി വാദം കേൾക്കവേ നടത്തിയിട്ടുള്ളത്. ഖുറേഷിക്കെതിരെ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലുള്ള പരാമർശം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള രൂക്ഷമായി തന്നെ സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെയും IPS ഉദ്യോഗസ്ഥരെ അടക്കം നിയമിച്ചുകൊണ്ടൊരു അന്വേഷണ സംഘത്തെയാണ് ഇത് സംബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിജയ് ഷായ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. IPS ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് സർക്കാരിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാനും സുപ്രീം കോടതി ഇതിനോടകം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കുറ്റസമ്മതം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടല്ല ഈ വിജയ് ഷാ നടത്തിയിട്ടുള്ളത് എന്നുള്ളതും സുപ്രീം കോടതി ഇപ്പോൾ വാദം കേൾക്കവേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്രയും നിരുത്തരവാദിത്തപരമായി തന്നെ നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ ആത്മപരിശോധന നടത്തണം. അതോടൊപ്പം തന്നെയും ആത്മാർത്ഥമായൊരു കുറ്റസമ്മതമോ മാപ്പോ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ട് ഇതിലൊരു അന്വേഷണം നടത്തണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടു. അതേസമയം തന്നെ അറസ്റ്റ് സംബന്ധിച്ച സ്റ്റേ ആണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. ഇതിലേതായാലും അന്വേഷണം എന്നുള്ളതല്ലേ സുപ്രീം കോടതി കൃത്യമായി മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം? അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണോ? തീർച്ചയായും ശരത്, ഈ പരാമർശം നടത്തിയതിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇതിൽ അന്വേഷണം നേരിടാൻ ഇയാൾ യോഗ്യനാണ്, ഈ മന്ത്രി യോഗ്യനാണ് എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വിജയ് ഷായ്ക്കെതിരെ ഒരു പ്രത്യേക സംഘത്തെ നിയമിച്ചുകൊണ്ട് ഇത് അന്വേഷണം നടത്തണം എന്നുള്ള ഒരു നിലപാട് തന്നെ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. അതായത് സ്വാതി, അങ്ങനെ ഒരു നിർദ്ദേശം സുപ്രീം കോടതി വിജയ് ഷായ്ക്കെതിരെ, മധ്യപ്രദേശിലെ ബി.ജെ.പി. മന്ത്രിയായിട്ടുള്ള വിജയ് ഷായ്ക്കെതിരെ അന്വേഷണം വേണം എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അന്വേഷണത്തിനുള്ള ടീമിനെ രൂപീകരിക്കേണ്ടത്, പ്രഖ്യാപിക്കേണ്ടത് മധ്യപ്രദേശ് സർക്കാരാണ്. അങ്ങനെ ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി കൊടുത്തത് എങ്കിൽ, അങ്ങനെ സംസ്ഥാനത്ത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ ആൾ എങ്ങനെ മന്ത്രിയായി തുടരും? മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന ആവശ്യം കൂടുതൽ ശക്തമാകില്ലേ? രാജിവെച്ചൊഴിയണം എന്ന ആവശ്യം ശക്തമാകില്ലേ? ആവശ്യം ഉയരില്ലേ? എന്നാൽ നമ്മൾക്കറിയാം, ആ കേസുണ്ടായ, ആ വിഷയമുണ്ടായ ഘട്ടം മുതൽ ഇങ്ങോട്ട് ഈ മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ബി.ജെ.പി. തീർച്ചയായും ഈ ഖുറേഷിക്കെതിരായ കേസുമായി ബന്ധപ്പെട്ട ഈ പരാമർശം ഉണ്ടായപ്പോൾ തന്നെ കൃത്യമായും പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ രാജ്യത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇയാൾക്കെതിരെ ഉയരുന്നു. പ്രത്യേകിച്ചും മന്ത്രിസ്ഥാനത്ത് ഇയാൾ തുടരാൻ യോഗ്യനല്ല എന്നുള്ള ആരോപണം തന്നെയാണ് നിരന്തരമായി ഉയർത്തുന്നത്. ഇത് സംബന്ധിച്ച് ഈ ഹർജി പരിഗണിക്കവെയും സുപ്രീം കോടതി ഈ വിഷയം കേൾക്കുമ്പോൾ ഈ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഗവൺമെന്റ് ഇതിനെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പിന്തുണച്ചുകൊണ്ട് ചില വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പരാമർശത്തെ പൂർണ്ണമായും വളച്ചൊടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന് കേന്ദ്ര സർക്കാർ അടക്കം ഇപ്പോൾ സുപ്രീം കോടതിയെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇത് രൂക്ഷമായ ഇത്തരത്തിൽ പരാമർശം നടത്തിയതിൽ ഒരു ന്യായീകരണവും നടത്താൻ കഴിയില്ല. ഉത്തരവാദിത്വ ബോധമില്ലാതെയാണ് ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. ഈ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ ഒരിക്കലും ഈ ഒരു സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നടത്താൻ പാടില്ലാത്ത പ്രസ്താവന നടത്തിക്കൊണ്ട് തെറ്റായ ന്യായങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് പിന്നാലെ ഈ വാദിക്കുന്ന സമയത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് സുപ്രീം കോടതി ഇപ്പോൾ രൂക്ഷമായി വിമർശനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓർത്തുകൊണ്ട് രാജ്യം ലജ്ജിക്കുകയാണെന്നും മോചനം തേടേണ്ടത് നിങ്ങളാണെന്നും ഹൈക്കോടതി ഇതിനോടകം തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും പ്രഥമ ദൃഷ്ട്യാ കേസെടുത്തിട്ടുണ്ടെന്നും സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ബി.ജെ.പി. മന്ത്രി വിജയ് ഷായ്ക്കെതിരെ ഇപ്പോൾ അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട്, അതായത് IAS IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വളരെ ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ സ്വാതി സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബി.ജെ.പി. മന്ത്രിയായിട്ടുള്ള വിജയ് ഷാ സുപ്രീം കോടതിയിൽ നടത്തിയ മാപ്പ് പറച്ചിൽ, അത് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. അത് തള്ളിക്കൊണ്ടാണ് പകരം ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ടീമിനെ തന്നെ രൂപീകരിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത്. വളരെ ശക്തമായ തീരുമാനമാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. 3
3 സീനിയർ IAS ഓഫീസേഴ്സ് ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാരിനോട് BJP ഭരിക്കുന്ന മധ്യപ്രദേശ് സർക്കാരിനോട് വിജയ് ഷാ മന്ത്രിയായിട്ടുള്ള അംഗമായിട്ടുള്ള മന്ത്രിസഭയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 3 മുതിർന്ന സീനിയർ IPS ഓഫീസേഴ്സ് ഉൾപ്പെടുന്നതായിരിക്കണം ഈ പ്രത്യേക അന്വേഷണ സംഘം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്ര ശക്തമായിട്ടാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അത് വളരെ വളരെ ശക്തമായ നിലയിൽ തന്നെ കോടതി അപലപിക്കുകയാണ് ഈ മന്ത്രിയുടെ നിലപാടുകൾ. അദ്ദേഹം പറഞ്ഞ ഈ ഏറ്റവും ഹീനമായ അധിക്ഷേപകരമായ കേണൽ സോഫിയ ഖുറേഷി അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, ആ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിൽ പോയി മാപ്പ് പറഞ്ഞ് തടിയൂരാൻ മന്ത്രി ശ്രമിച്ചത്. പക്ഷേ സുപ്രീം കോടതി ആ മാപ്പപേക്ഷ തള്ളിക്കളഞ്ഞു. പകരം മധ്യപ്രദേശ് സർക്കാരിനോട് ആ മന്ത്രിസഭയിലെ തന്നെ മന്ത്രിയായിട്ടുള്ള വിജയ് ഷായ്ക്കെതിരെ 3 മുതിർന്ന സീനിയർ IPS ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രൂപീകരിച്ച് അന്വേഷിക്കാനാണ്, മന്ത്രിക്കെതിരെ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.